നമസ്കാരം. നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തു. കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയും കേസിൽ പ്രതിയാണ്. ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. മ്യൂസിയം പോലീസ് നിലവിൽ 2 കേസുകളാണ് എടുത്തിരിക്കുന്നത്. സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 69 ലക്ഷം രൂപ അവിടുത്തെ ജീവനക്കാരികളായിരുന്ന പ്രതികൾ കവർന്നെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ജി കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരാണ് സാമ്പത്തിക തിരിമറി നടത്തിയത്. സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ QR കോഡ് നൽകി 2024 മുതൽ തട്ടിപ്പ് നടത്തി എന്നാണ് കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിലാണ് 3 ജീവനക്കാർക്കെതിരെ കേസ് എടുത്തിരുന്നത്. കൂടാതെ ഈ ജീവനക്കാരി ഒരു ജീവനക്കാരിയുടെ ഭർത്താവ് ദിയ കൃഷ്ണയെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് പരാതിയും നൽകിയിരുന്നു. ഇതിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ സാമ്പത്തിക തട്ടിപ്പ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നുവെന്ന പരാതിയിലാണ് കൃഷ്ണകുമാറിൻ്റെയും മകൾക്കുമെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജീവനക്കാരുടെ കയ്യിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ വാങ്ങിയെടുത്തതിൻ്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവ ചുമത്തിയാണ് ജി കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്.